യേശുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നതിനോട് എന്താണ് അഭിപ്രായം? യേശു ചരിത്ര പുരുഷനായി എവിടെയും രേഖപ്പെടുത്തി കണ്ടിട്ടില്ല. യേശു മരിച്ച് 200ഓളം വർഷത്തിന് ശേഷം റോമിലാണ് ക്രിസ്ത്യാനിറ്റി ഉടലെടുത്തത് എന്നും പറയുന്നു. ഈ വിഷയം ഞാൻ സുവിശേഷ വിശേഷത്തിൻ്റെ ചോദ്യോത്തര വേളകളിൽ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. യേശു എന്ന് പറയുന്ന ഒരാൾ ഒരു കഥാപാത്രം എന്ന നിലയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് അത്ര പ്രധാനമുള്ള കാര്യമല്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞു, ഈ അവശിഷ്ട വസ്തുക്കൾ ഒറിജിനലാണോ വ്യാജമാണോ എന്നുള്ളത് ആരാധനയെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമായ കാര്യമാണ്. അതുപോലെ തന്നെ ദൈവങ്ങളുടെ കാര്യത്തിലും ആ ദൈവം ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നോ അല്ലെങ്കിൽ വെറും സങ്കല്പമായിരുന്നോ എന്നുള്ളത് ആരാധനയുടെ കാര്യത്തിൽ ഒട്ടും പ്രസക്തമായ കാര്യമേ അല്ല. വിഷ്ണു ജീവിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടല്ല വിഷ്ണുവിനെ ആരാധിക്കുന്നത്. ബ്രഹ്മാവും ശിവനുമൊക്കെ അവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുകയും ആഹാരം കഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടല്ല ശിവാരാധനയുള്ളത്. അപ്പോളോയും സ്യൂസും വോട്ടണും ജൂപ്പിറ്ററും ഒക്കെ ജീവിച്ചിരുന്ന മനുഷ്യരായിട്ടല്ല അവരുടെ ആരാധന വർഷങ്ങളായിട്ട് തുടർന്നത്. സൂര്യാരാധനയായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾ ലോകമെമ്പാടുണ്ടായിരുന്നത്. സൂര്യൻ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇത് ദൈവങ്ങൾ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല, മനുഷ്യനാവേണ്ട ആവശ്യമില്ല. പിന്നെ ഹിസ്റ്റോറിക്കലി യേശു ജീവിച്ചിരുന്നോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം വളരെ അപ്രസക്തമായ ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വലിയ താല്പര്യം കാണിക്കാത്തത്. ചരിത്രപരമായി നോക്കിയാൽ യേശു ജീവിച്ചിരുന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം, എനിക്കറിയാവുന്നിടത്തോളം അതൊരു കഥാപാത്രം മാത്രമാണ്. അത് ഒരു മനുഷ്യനായിട്ട് പല യേശു ഉണ്ടാകാം. യേശു എന്നുള്ള പേര് യേശുവ എന്നുള്ള പേരിൽ പല ജൂതന്മാരും ഉണ്ടായിരുന്നിരിക്കാം. ഈവൻ ഇങ്ങനെ ഒരു ജൂതൻ ഉണ്ടാകുകയും അയാളെ പിടിച്ച് കുരിശിൽ തറയ്ക്കുകയും കുറ്റവാളി എന്ന നിലയിൽ കുരിശിൽ തറയ്ക്കുകയും ഉണ്ടാകണമെന്നില്ല, എനിക്കറിയില്ല. പക്ഷെ ഒരിക്കലും കടലിൻ്റെ മുകളിൽ കൂടെ നടക്കുകയും മരിച്ചവനെ ഉയർത്തുകയും ജീവനോടെ സ്വർഗം സോക്കോൾ സ്പേസിലേക്ക് യൂറി ഗഗാറിന് മുന്നേ പോവുകയൊക്കെ ചെയ്ത ഒരാൾ എന്തായാലും ജീവിച്ചിരുന്നിട്ടില്ല. മനസ്സിലായില്ല? അത് വളരെ കൃത്യമായിട്ട് പറയാം. പിന്നെ യേശു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ അങ്ങനെ ഒരുപാട് പേരുള്ളവരുണ്ടാകും. അതൊരു ജൂതനാമമാണ് യേശു. ഇപ്പോൾ തങ്കപ്പൻ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാം, തങ്കപ്പൻ ജീവിച്ചിരുന്നുണ്ടോ. പക്ഷേ നിങ്ങളീ പറയുന്ന തങ്കപ്പൻ, ആകാശത്തെയും ഭൂമിയെയും ഒട്ടിച്ചു വെച്ച തങ്കച്ചൻ, അങ്ങനെ തങ്കച്ചനില്ല. യാഹു എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചും അവർ യേശുവിനെ എതിർക്കുന്നു എന്നും കേൾക്കുന്നു. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? യേശുവിനെ എതിർക്കുന്നു. യാഹു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു റാഷണലിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ്, അല്ലേ, വാട്സപ്പ് ഗ്രൂപ്പാണ്. അതിൽ കുറേ സുഹൃത്തുക്കളെയൊക്കെ എനിക്കറിയാം. അവർ യേശു എതിർക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? യേശുവിനെ എതിർക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? യേശുവിനെ എതിർക്കുക അല്ലെങ്കിൽ അള്ളാഹുവിനെ എതിർക്കുക, വിഷ്ണുവിനെ എതിർക്കുക എന്നൊക്കെ പറയുന്നത് അതിനകത്തൊരു എന്താ എനിക്ക് മനസ്സിലായി. അതിന് വലിയൊരു സാങ്കത്യമുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ ദൈവത്തെ എതിർക്കുക അങ്ങനെയൊക്കെ ചില പറയും. നിങ്ങൾ ദൈവത്തെ എതിർക്കുന്നു, ദൈവത്തെ ഒന്നും എതിർക്കുന്നില്ല. എന്ത് ദൈവത്തെ എതിർക്കൽ? അങ്ങനെയല്ല അതിനെ കാണുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മനുഷ്യന് തെളിവുകളില്ലാതെ യുക്തിരഹിതമായ കാര്യങ്ങളിൽ വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താനും സമൂഹ വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കാനുമായിട്ടുള്ള ഒരു അന്ധവിശ്വാസ പ്രവണത, അതിനെ വിദ്യാഭ്യാസ പരിപാടികളിലൂടെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ദൈവത്തെ എതിർക്കുന്നു, പ്രേതത്തെ എതിർക്കുന്നു, ചാത്തനെ എതിർക്കുന്നു എന്നൊക്കെയുള്ള ഒരു ലളിതവൽക്കരണം അത് ശരിയായ കാര്യമല്ല. അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ എന്ത് എതിർക്കാനാ? ചെല്ലു ചോദിക്കണം, നിങ്ങൾ ഇല്ലാത്ത ദൈവത്തെ എതിർക്കുന്നു എന്ന്. ദൈവം നിങ്ങൾ പറയുന്നതുകൊണ്ട് അതിന് സാധ്യതയില്ല എന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. അല്ല ദൈവത്തെ എതിർക്കുക അങ്ങനെ ഒരു സംഗതിയില്ല. മതവിഷയമായ മറ്റൊരു കാര്യമാണ് ചോദ്യം. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായോ? മതധ്രുവീകരണം എങ്ങനെയാണ് കേരളത്തിൽ ഇത്ര രൂക്ഷമാകുന്നത്? ഇന്ത്യയിൽ എങ്ങനെയാണ് ഹിന്ദുത്വവാദികൾക്ക് ഇത്ര ഭൂരിപക്ഷം പിടിക്കാൻ കഴിയുന്നത്? ഈ കാലഘട്ടത്തിൽ മതേതര വിശ്വാസികൾ എങ്ങനെ പ്രചരണം നടത്തണം? ആദ്യമായിട്ട് ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായോ എന്നുള്ളതാണ്. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായി എന്ന് എനിക്ക് സ്ഥാപിക്കാൻ കഴിയും. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ വിഷയമായില്ല എന്നും എനിക്ക് സ്ഥാപിക്കാൻ കഴിയും. ടു ബി ഫ്രാങ്ക് ആൻഡ് ഫെയർ ഐ മേ ടെൽ യു. കാരണം ഈ രാഷ്ട്രീയത്തിൽ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള വിശകലനങ്ങൾ സാധ്യമാണ്. ഒന്ന്, ഒരു രാഷ്ട്രീയ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് അത് ഇങ്ങനെയൊക്കെ ആകും എന്ന് പ്രവചനാത്മകമായ രീതിയിൽ
ഊഹാബോധങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതുക, പറയുക. ഇപ്പോൾ ഒപ്പീനിയൻ പോള്, എക്സിറ്റ് പോള്, രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ പറയാറുണ്ടല്ലോ. ഇതാണ് ഊഹാധിഷ്ഠിതമായ അവരുടെ വായന, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്ന മുൻ സാഹചര്യങ്ങളൊക്കെ വെച്ച് അതാണ് പ്രവചനാത്മകമായത്. രണ്ട് രാഷ്ട്രീയത്തെ നിലവിലുള്ള സംഗതികൾ സ്വന്തം അറിവിൻ്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ, ഡിസ്ക്രൈബിങ് ഓർ ഡിസ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത്. അത് താരതമ്യേന എളുപ്പമായിട്ടുള്ള കാര്യമാണ്. കാര്യം നോൺ വേരിയബിൾസും ടൂൾസുമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. മറ്റേതിൽ അത്ര നോൺ അല്ല, ഊഹ അധിഷ്ഠിതമാണ്. മൂന്നാമത്തതാണ് ഏറ്റവും എളുപ്പം. അതായത് ഒരു രാഷ്ട്രീയ സംഭവം ഉണ്ടായതിന് ശേഷം അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ വിശദീകരിക്കുക, അവലോകനം എന്ന് പറയും. അത് വളരെ എളുപ്പമാണ്. അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് ഒരു ഡോഗ്മ, അല്ലെങ്കിൽ ഒരു തിയറി, അല്ലെങ്കിൽ ഒരു സങ്കല്പം, ഒരു സിദ്ധാന്തം ആദ്യം ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ആ സംഭവത്തെ അനുസരിച്ച് പരുവപ്പെടുത്തിയെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശബരിമല ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചെന്നും ബാധിച്ചില്ലെന്നും സുഖമായിട്ടിരുന്ന് വാദിച്ച് ജയിക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം രണ്ടാമത്തോട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയാം. ഇന്ത്യയിൽ എങ്ങനെയാണ് ഹിന്ദുത്വവാദികൾക്ക് ഇത്ര ഭൂരിപക്ഷം പിടിക്കാൻ കഴിയുന്നത്? ഈ ഘട്ടത്തിൽ മതേതര വിശ്വാസികൾ എങ്ങനെ പ്രചരണം നടത്തണം? ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും മതസാഹിത്യം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മതേതരത്വം ഉണ്ട്. BJP മതേതര പാർട്ടിയാണ്, ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് BJP. മുസ്ലിം ലീഗും മതേതര പാർട്ടിയാണ്. മതേതര പാർട്ടി അല്ലാത്ത പാർട്ടികൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. പോയിന്റ് നമ്പർ 1. എല്ലാവരും മതേതര പാർട്ടികളായിരിക്കുന്നിടത്ത് ഞങ്ങളൊക്കെ മതേതരവും നിങ്ങളൊക്കെ വർഗീയമാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ പോയില്ലേ? എല്ലാവരും മതേതരത്വമാണ്. പക്ഷേ മതേതരത്വ പാർട്ടികൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇല്ല. ദാറ്റ്സ് മൈ പോയിന്റ്. ഇന്ത്യയിലും ഇല്ല, കേരളത്തിലും ഇല്ല. അതാണ് സത്യം. മതേതര പാർട്ടികളില്ല. ദർ ഇസ് നോ സെക്യുലർ പാർട്ടി. ദർ ആർ പാർട്ടീസ് which claim to be secular, and there are parties claim to be secular മാത്രമല്ല, സെക്കുലർ അല്ലാതെ ഒരു പാർട്ടിക്ക് കൂടെ നിലനിൽക്കാൻ പറ്റില്ല. ആസ് പെർ ഇപ്പോൾ PC തോമസ് കഴിഞ്ഞ ഇലക്ഷന് അയാൾക്ക് എന്തുകൊണ്ടാണ് MP സ്ഥാനം നഷ്ടപ്പെട്ടത്? മതചിഹ്നങ്ങളും മതപരമായിട്ടുള്ള ശുപാർശ കത്തുകളും ഉപയോഗിച്ചു എന്നുള്ള പേരിലാണ്. ഇന്ന് ഇപ്പോൾ ജയിച്ചിട്ടുള്ള പല MP-മാർക്കെതിരെയും കേസ് കൊടുത്തുകൊണ്ട് അവരുടെ MP സ്ഥാനം റദ്ദാക്കാവുന്ന രീതിയിലുള്ള മതപരമായ ഉപയോഗം നടന്നിട്ടുണ്ട് ഈ ഇലക്ഷനിൽ. പലരുടെയും അത്ര ഉറപ്പില്ല. കാര്യം ഇന്ത്യൻ നിയമം അനുസരിച്ച് പാടില്ല. ഇനി എന്തുകൊണ്ടാണ് ഹിന്ദുത്വം ഇന്ത്യയിൽ ഭൂരിപക്ഷം നേടാൻ കഴിയുന്നത്? ഞാൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് പറയുന്നൊരു കാര്യമാണ്, നമ്മളൊരു വലിയൊരു തെറ്റിദ്ധാരണയിലാണ് ഇവിടെ ജനാധിപത്യം ഉണ്ട് എന്നുള്ളത്. ജനാധിപത്യമല്ല ഇവിടെ യഥാർത്ഥത്തിലുള്ളത്, മതാധിപത്യമാണ്. അത് മതങ്ങളുടെ മാത്രം ആധിപത്യമല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാറുണ്ട്, ഇപ്പോൾ അവലോകനങ്ങളിലൊക്കെ വരാറുണ്ട്, വോട്ട് മാറ്റി ചെയ്തു, വോട്ട് തിരിച്ച് ചെയ്തു, അവർ വേറെ പാർട്ടിക്കാണ് വോട്ട് ചെയ്തത്. ഇതൊക്കെ വലിയൊരു ആരോപണങ്ങളായിട്ട് നമ്മൾ ഉന്നയിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ജനാധിപത്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ടാണ്. വോട്ട് മാറ്റി ചെയ്യാനും തിരിച്ച് ചെയ്യാനും വേറെ കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അല്ലാതെ ഒരു പാർട്ടിക്ക്, ഒരു സ്ഥാനാർത്ഥിക്ക് ഏതോ ഒരു ചരിത്രപരമായ ബാധ്യത പോലെ, അടിമകളെ പോലെ എല്ലാ കാലത്തും കൊണ്ടുപോയി കുത്തിക്കൊടുക്കാമെന്നുള്ളൊരു ഉറപ്പല്ല ജനാധിപത്യം. അത് അടിമത്വമാണ്. അത് ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റിന് ചേർന്നല്ല. വോട്ട് മാറ്റി ചെയ്യണം, ക്രോസ് വോട്ട് ചെയ്യാം, വ്യക്തിക്കും ചെയ്യാം, പാർട്ടിക്കും ചെയ്യാം. കഴിഞ്ഞ വർഷം ചെയ്തവരെല്ലാം മറിച്ചു കുത്തി. സോ വാട്ട്? മറിച്ചു കുത്തണം. ഒരു സാഹചര്യം, സംഭവം, അവസ്ഥയനുസരിച്ച് തനിക്ക് ഇഷ്ടമെന്നും ശരിയെന്നും തോന്നുന്ന ഒരു കാര്യത്തിന് തൻ്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഒരു പൗരന് അവകാശം ഉണ്ടാകുമ്പോഴും ആ അവകാശം ലെജിറ്റിമേറ്റ് ആണെന്ന് അംഗീകരിക്കപ്പെടുമ്പോഴും മാത്രമാണ് ജനാധിപത്യം പുലരുക. അല്ലാതെ ഇത്ര വീട്ടുകാർ അവിടെ പോയി ഇന്നത് ചെയ്തോണം എന്നൊക്കെ പറയുന്നത്, അതൊക്കെ എന്താണ്? എന്താ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് ആദ്യം നമ്മൾ റദ്ദാക്കേണ്ടത്. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിക്ക്, ഇപ്പോൾ ഉദാഹരണമായിട്ട് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ആ സ്ഥാനാർത്ഥി ഒരു കെട്ടവനാണെന്നിരിക്കട്ടെ, ഒരു മോശം, അയാൾക്കെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ, സാമ്പത്തികമായിട്ടോ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായാലും അയാൾ ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരികയാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ മട്ടന്നൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും തൃക്കരിപ്പൂരിലോ ഇതേ കണക്കൊരു സ്ഥാനാർത്ഥി CPIM-ൻ്റെ ടിക്കറ്റ് നിൽക്കുന്നു, ജയിച്ചു വരുന്നു, വോട്ട് ബാങ്കുണ്ട്, ഏതവനെയും ജയിപ്പിക്കാമെന്ന് പറയുമ്പോൾ അവിടെ എന്ത് ജനാധിപത്യം? വോട്ട് ബാങ്കുകൾ ജനാധിപത്യ വിരുദ്ധമാണ്.
അതുപോലെ തന്നെ ഞാൻ ഈ മതേതരത്തിൻ്റെ കാര്യം പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഹിന്ദു ഭൂരിപക്ഷ പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ദേ ആർ ബിൽഡിങ് എ വോട്ട് ബാങ്ക് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട്? മതചിഹ്നങ്ങൾ, മത ആശയങ്ങൾ. ഈ വിശ്വാസമാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ പശുവിനെ കൊല്ലുന്നവരെ കൊല്ലണം എന്ന ബോധ്യമുള്ളവരായിരിക്കില്ല ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളും. അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നവരുമായിരിക്കും. പക്ഷേ ആ ഒരു ആശയം വരുമ്പോൾ, പശുവിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ, പശുവിനോട് ചിലപ്പോൾ സ്വന്തം വീട്ടിൽ ഈ പശുവിനെ ഇത്രയും ആരാധിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന എത്ര പേര് വീട്ടിൽ പശുവിനെ വളർത്തും? ഇല്ല. കൊതുക് വളരും, ചാണകം മോശം, മിൽമപ്പാലല്ലേ നല്ലത് എന്നൊക്കെ ചിന്തിക്കുന്നവരും പശു വിശുദ്ധമാണെന്ന് ചിന്തിക്കുന്നു. ഇത് ആക്ച്വലി ഒരു മസ്തിഷ്ക പ്രശ്നമാണിത്. ഈ പ്രശ്നത്തിലൂടെയാണ് ആളുകൾ വ്യക്തികളെ ഉണ്ടാക്കുന്നത്. അവർക്ക് വേണ്ടി ഞാനിത് ഒരുപാട് തൊട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് അധികാരം കിട്ടും. ഒരു ആവറേജ് ഓർ ബിലോ ആവറേജ് ആണ് അദ്ദേഹം പല കാര്യത്തിലും എന്ന് എല്ലാവർക്കും അറിയാം, അല്ലേ? പുള്ളി എങ്ങനെയാണ് വീണ്ടും വീണ്ടും ജയിക്കുന്നത്? ഈ സിംപ്ലി പ്ലേയിങ് ദ കമ്മ്യൂണൽ കാർഡ്. ഒരു മോസസ് എങ്ങനെയാണ് ഒരു നായകനായത്? മോസസ് എന്താണ് ചെയ്തത്? ഈജിപ്ഷ്യനിൽ നിന്ന് ജനതയെ മോചിപ്പിച്ചു കൊണ്ടുവന്നു. മോചിപ്പിച്ചോ? ഇതൊന്നും ചരിത്ര സംഭവമല്ല, ഞാൻ പറയുന്ന കഥ നോക്കൂ. ഇതേപോലെയാണ് ഒരു ജനതയെ കുറേ മോഹങ്ങളും കുറേ വാഗ്ദാനങ്ങളും നൽകി ഒരു മായിക വലയത്തിലാക്കുക. അടിച്ചാൽ തിരിച്ചടിക്കുന്ന പ്രധാനമന്ത്രി, മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കുന്ന പ്രധാനമന്ത്രി. സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും അടി കൊണ്ടിട്ടുള്ള ഒരു രാജ്യത്തെ ജനതയ്ക്ക് അയാളൊരു വീരപുരുഷനാകും. കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ. എന്തുകൊണ്ട് ഞാൻ ആലോചിച്ചിരുന്നത് 1947 ശേഷം 1982 BJP ഉണ്ടാകുന്നത് വരെ എന്തുകൊണ്ടൊരു റൈറ്റ് വിങ് പാർട്ടിക്ക് ഇന്ത്യയിൽ നിർണായകമായ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായില്ല? ഏറ്റവും വലിയ മിറക്കിൾ. അതിനെ അകറ്റി നിർത്തിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് നെഹ്റുവിൻ്റെ സംഭാവനയാണ്, അംബേദ്കറിൻ്റെ സംഭാവനയാണ്, അന്നുണ്ടായിരുന്ന ഭരണഘടനാ ശില്പികളുടെ സംഭാവനയാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ 2 കാര്യങ്ങളാണ് പ്രവചിക്കപ്പെട്ടിരുന്നത്. ഒന്ന്, പട്ടിണി മരണങ്ങളുടെ ഘോഷയാത്ര. അതിനെ അബോർട്ട് ചെയ്തത് സയൻസാണ്. ഗ്രീൻ റവല്യൂഷൻ, പഞ്ചവത്സര പദ്ധതികൾ. 2, ഇത് ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ മെജോറിറ്റി ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലാവാൻ എത്ര സമയമെടുക്കുമെന്നാണ് ലോകം മുഴുവൻ നോക്കിയത്. 82-ൽ 2 സീറ്റാണ് BJPക്ക് ഉണ്ടായത്. യു സിംപ്ലി ഗോയിങ് ദ കമ്മ്യൂണൽ ലൈൻ. സെക്കുലറിസം ഇല്ല. മതനിരപേക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബാക്ക്വേഡ്. ഞാൻ അടുത്തൊരു പ്രഭാഷണം നടത്തിയിരുന്നു. ഈ സെക്കുലറിസം എന്നാണ് പറയുന്നത്. മതേതറകൾ എന്നാണ് അവർ വിളിക്കുന്നത്. വലത് പക്ഷ രാഷ്ട്രീയക്കാർ, പൊതുവിൽ സംഘപരിവാർ രാഷ്ട്രീയക്കാർ മതേതരവാദികളെ വിളിക്കുന്ന മതേതറവാദികൾ. അതുകൊണ്ടാണ് വരുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. സോ ഇറ്റ് വിൽ കുറച്ചുകൂടെ മോദിക്ക് പകരം വരാൻ പോകുന്നത് മോദിയേക്കാൾ മോശമായ ഒരാളായിരിക്കും ഈ രംഗത്ത്. കാരണം മോദിയെ ഉദാഹരണമായിട്ട് UP-യിലെ മുഖ്യമന്ത്രി അല്ലെ പ്രജ്ഞാ സിംഗ് താക്കൂർ എങ്ങനെയാണ് ജയിക്കുന്നത്? അവർ ജയിക്കും. ഇവിടെ കേരളത്തിൽ കിടന്ന് എന്ത് പറഞ്ഞാലും അവർ ജയിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് കോഡാണ്. ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ അടിക്കുന്നത്. കറക്റ്റാണ്. ആ ഹോളിൽ തന്നെ ആ ബില്ലിയാർഡ് ആ ബോളിൽ നിന്ന് വീഴുകയാണ്. അവിടെ പിന്നെ ജയിക്കാതിരിക്കാൻ എന്നാണ്? ഭയങ്കരമായ കമ്മ്യൂണലൈസേഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ മതാത്മകമായി നിങ്ങൾക്ക് മതേതര ബോധം ഉണ്ടാവണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമല്ല, നിങ്ങളൊരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു മതേതരവാദി ആവാൻ പറ്റില്ല. അതൊരു പാച്ചപ്പാണ്. നിങ്ങൾ മതത്തിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് മതേതരവാദം ആവശ്യമുള്ളിടത്താണ് പലരും ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മതേതരവാദികളാണ്. എന്തുകൊണ്ട്? അവർ മതേതരവാദികളായതുകൊണ്ടല്ല, മതേതരവാദമാണ് അവർക്ക് തക്കിയ. ഇൻ ഇന്ത്യ അതാണ് തക്കിയ. പാകിസ്ഥാനിൽ ഒരു മതേതരവാദവും ഇല്ല, അഫ്ഗാനിസ്ഥാനിൽ ഒരു മതേതരവാദവും ഇല്ല. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും മതേതരവാദങ്ങളെ ഈ രാഷ്ട്രീയ കക്ഷികൾ തന്നെ അടിച്ചമർത്താണ്. മതേതരം ഒന്നുമില്ല, മതം തന്നെ ഇല്ല. ചൈനയിൽ നിന്ന് നോക്ക്, മതവും ഇല്ല, ഒന്നുമില്ല, മതം ഇല്ല. ഫുള്ളി ഇതാണ്, ഒറ്റ മതം മാത്രം, പാർട്ടി. അത് വലിയ തോതിലുള്ള ഒരു പോളറൈസേഷനാണ്. അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഇന്ത്യയിൽ